നമ്മളിപ്പോൾ ഗണിതമഞ്ജരി സെക്കൻഡ് ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ ലാസ്റ്റത്തെ എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസസ് എന്തായാലും എല്ലാവരും ചെയ്ത് പഠിക്കണം. അത് എല്ലാ ചാപ്റ്ററിൻ്റെയും, കാരണം ആ ഒരു എക്സസൈസിൽ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ കോൺസെപ്റ്റും അപ്ലൈ ചെയ്യണ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാരും സ്കിപ്പ് ചെയ്യരുത്. എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസസ് എന്തായാലും ചെയ്ത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 ഇൻ ദ വേരിയബിൾ എക്സ് ഇൻ വിച്ച് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ദ എക്സ് സ്ക്വയർ ടേം ഈസ് -7. എന്താ ക്വസ്റ്റ്യൻ? ഒരു പോളിനോമിയൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? 3 ആണ്. അതേപോലെ പോളിനോമിയലിൻ്റെ വേരിയബിൾ എന്താ? എക്സ്. ഇനി അതിൽ എക്സ് സ്ക്വയർ ഉള്ള ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കണം? -7 ആയിരിക്കണം. സിമ്പിളല്ലേ? ഇഷ്ടമുള്ള പോളിനോമിയൽ നമുക്ക് എഴുതാം. ഡിഗ്രി എത്രയായിരിക്കണം? 3 ആയിരിക്കണം. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കണം? -7 ആയിരിക്കണം. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം അല്ലേ? എന്താണ് ഡിഗ്രി? എന്തായിരിക്കണം? 3 ആയിരിക്കണം. അതായത് എക്സിൻ്റെ ഹയസ്റ്റ് പവർ ആ പോളിനോമിയലിൽ എന്തായിരിക്കണം? 3 ആയിരിക്കണം. പിന്നെ എക്സ് സ്ക്വയർ എന്ന ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കണം? -7 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോളിനോമിയൽ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ്. 5x² - 3x + 7 if x equal to 1. 4t³ - t² + 6 if t equal to a. എന്താ തന്നിരിക്കുന്നത്? രണ്ട് പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. ആ പോളിനോമിയലിൻ്റെ വേരിയബിളിന് കൊടുക്കേണ്ട വാല്യൂ തന്നിട്ടുണ്ട്. ആ വാല്യൂ കൊടുത്തിട്ട് പോളിനോമിയലിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? 5x² - 3x + 7 if x equal to 1. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ ഈ പോളിനോമിയലിലെ എക്സ് എന്ന വേരിയബിളിന് പകരമായിട്ട് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കണം? 1 എന്ന ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 5 × 1² - 3 × 1 + 7. 5 × 1² എന്തുതന്നെയാണ്? 5 ആണ്. 3 × 1 എന്തുതന്നെയാണ്? 3 തന്നെയാണ്. +7, അതായത് എന്താ? 5 + 7 എത്രയാണ്? 12 - 3 = 9. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ വാല്യൂ എത്രയാണ്? 9 if x equal to 1. x 1 ആവുമ്പോൾ 5x² - 3x + 7 എന്താവും? 9 ആവും. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 4t³ - t² + 6 if t equal to a. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കണം? വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു ലെറ്ററാണ് വന്നിരിക്കുന്നത്, എ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? വേറെ ഒന്നും ചെയ്യാനില്ല. ടിക്ക് എ എന്ന ആ ഒരു വേരിയബിൾ കൊടുക്കാം. അപ്പോൾ 4a³ - t² പകരം എന്ത് എഴുതണം? -a² + 6. ഇതാണ് ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് വി മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 5/2 ആൻഡ് ആഡ് 2/3 ടു ദ പ്രൊഡക്റ്റ് വി ഗെറ്റ് -7/12. ഫൈൻഡ് ദ നമ്പർ. എന്താണ് ക്വസ്റ്റ്യൻ? നമ്മളൊരു നമ്പറിനോട് കൂടിയിട്ട് 5/2 മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രൊഡക്റ്റ് കിട്ടും അല്ലേ? ആ നമ്പർ × 5/2 ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റിനോട് കൂടിയിട്ട് എന്ത് ആഡ് ചെയ്യണം? 2/3 എന്ന ഫ്രാക്ഷൻ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏറ്റവും അവസാനം -7/12 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്തെടുക്കാം? ലെറ്റ് ദ നമ്പർ ബി ഏതെങ്കിലും ഒരു വേരിയബിൾ. നമ്പർ ബി നമ്മുടെ എപ്പോഴും ഉപയോഗിക്കുന്ന ആൾ എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സിനോട് കൂടി ആര് മൾട്ടിപ്ലൈ ചെയ്യണം? എക്സ് ഇൻറ്റു എന്താണ്? 5/2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊഡക്റ്റ്. എന്ത്? 5x/2. അതിനോട് കൂടി എന്ത് ആഡ് ചെയ്യണം? 2/3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? -7/12 ആണ്. ഇതാണ് നമുക്ക് ആ ഒരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒരു നമ്പർ അതിനോട് കൂടി 5/2 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ 2/3 ആഡ് ചെയ്തിട്ട് അപ്പോൾ കിട്ടുന്ന സം എന്താ? -7/12. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എക്സ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ
ഈ എക്സ് ഉള്ള ഈ ഒരു ടേം ഇവിടെ നിർത്താം. ബാക്കി 2/3 നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതെന്താവും? 5x/2 ഈക്വൽ ടു -7/12 മൈനസ് 2/3 അല്ലേ? ഈ പ്ലസ് 2/3 7/12 -7/12 അടുത്തേക്ക് പോകുമ്പോൾ എന്താവും? -2/3 ആവും. ഇനി ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുക? ഇവിടുത്തെ LCM എന്താണ്? 12 ആണ് അല്ലേ? ഇവിടെ ഓൾറെഡി 12 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ × 4 ഇവിടെ ചെയ്യുക, ഇവിടെ × 4 ചെയ്യുക. എന്നാലാണ് നമുക്ക് ഡിനോമിനേറ്റർ രണ്ടും 12 ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ 12 ആണ്. ഇവിടെ എന്ത് തന്നെയാണ്? -7 ആണ്. ഇവിടെ എന്താ? -8. -2 × 4 എത്രയാണ്? -8. അതായത് -7 -8 എത്രയാണ്? -15. രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് അതേ സൈൻ കൊടുക്കുക. -15 ഡിവൈഡഡ് ബൈ 12. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ എക്സിനെ മാത്രം ഇവിടെ നിർത്തുക. 5/2നെ, അതായത് ഇവിടെ നമുക്ക് എന്താ കിട്ടിയിരിക്കണേ? 5/2 × എക്സ്. ഈ എക്സിനെ ഇവിടെ നിർത്തുക, 5/2 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താവും? ഇവിടെ ആരുണ്ട്? -15/12 ഉണ്ട്. ഈ 5/2 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അതെന്തായി മാറും? 2/5 ആയി മാറും അല്ലേ? അതിൻ്റെ റെസിപ്രോക്കലാവും. മനസ്സിലായല്ലോ? അതായത് × 5/2 ഇവിടെ വരുമ്പോൾ എന്താവും? × 2/5 ആവും. ഇനി 2 കൊണ്ട് 12നെ എത്ര വട്ടം? 6 ടൈംസ്. 5 കൊണ്ട് 15നെ എത്ര ടൈംസ്? 3 ടൈംസ്. ഇനി 3 കൊണ്ട് 6നെ എത്ര ടൈംസ്? 2 ടൈംസ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? -1/2 കിട്ടി. അതായത് ഏത് നമ്പറിനെയാണ് 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2/3 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ -7/12 കിട്ടുക? -1/2. ഇനി അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? -1/2 × 5/2 പ്ലസ് 2/3 എത്രയാണെന്ന് നോക്കിയാൽ മതി. എത്രയാണ്? -5/4 പ്ലസ് 2/3. ഇവിടെ എന്താണ്? LCM 12. അപ്പോൾ ഇവിടെ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 15. 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 8. -15 + 8 എന്താ? -7/12. അതല്ല നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ പോസിറ്റീവ് നമ്പർ ഈസ് 5 ടൈംസ് അനദർ നമ്പർ. If 21 is added to both the numbers, then one of the new numbers becomes twice the other new number. What are the numbers? മൊത്തം നമ്പേഴ്സ് എന്താ പറഞ്ഞിരിക്കണേന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ സെൻറ്റൻസ് എന്താ ക്വസ്റ്റ്യനിൽ? എ പോസിറ്റീവ് നമ്പർ ഈസ് 5 ടൈംസ് അനദർ നമ്പർ. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ 5 ടൈംസ് അനദർ നമ്പർ. ആ അനദർ നമ്പർ ഏതാ? ആ അനദർ നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 5 ടൈംസ് ഉള്ള നമ്പർ എന്തായിരിക്കും? 5x ആയിരിക്കും അല്ലേ? അപ്പോൾ 2 നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഏതൊക്കെയാണ് ആ 2 നമ്പേഴ്സ്? ഒന്ന് എക്സ്, ഒന്ന് 5x. ഇത് രണ്ടുമാണ് ആ 2 നമ്പേഴ്സ്. ഒരു പോസിറ്റീവ് നമ്പർ വെൻ ആഡ് മൾട്ടിപ്ലൈഡ് 5 ടൈംസ് ആണ് അടുത്ത നമ്പർ. അപ്പോൾ ഒരെണ്ണം എക്സ്, ഒരെണ്ണം 5x. ഇനി അടുത്തത്, ഇഫ് 21 ഈസ് ആഡഡ് ടു ബോത്ത് ദ നമ്പേഴ്സ്. ഈ 2 നമ്പറിനോട് കൂടിയും എന്ത് ആഡ് ചെയ്യണം? 21. ഇവിടെ 21 ആഡ് ചെയ്തു, ഇവിടെയും 21 ആഡ് ചെയ്തു. ദെൻ വൺ ഓഫ് ദ ന്യൂ നമ്പേഴ്സ് ബിക്കംസ് ട്വൈസ് ദ അതർ ന്യൂ നമ്പർ. അപ്പോൾ ഇതിലെ ഒരു നമ്പർ എന്തായിരിക്കും? മറ്റേ നമ്പറിൻ്റെ ട്വൈസ് ആയിരിക്കും. അതേതായിരിക്കും? ഇതായിരിക്കും. അതായത് ഈ നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പറിൻ്റെ ട്വൈസ് ആയിരിക്കും അല്ലേ? കാരണം ഇതാണ് നമുക്കറിയാം വലിയ നമ്പർ. ഇത് 5 ടൈംസ് പ്ലസ് 21. ഇത് എന്താണ്? എക്സ് പ്ലസ് 21. അപ്പോൾ ഇതിലേതാ വലിയ നമ്പർ? ഇത്. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് ഈ ചെറിയ നമ്പറിൻ്റെ എന്താണ്? ട്വൈസ് ആണ്. മനസ്സിലായല്ലോ? എന്താ? 2 നമ്പർ എക്സ്, 5x. ഈ നമ്പറിൻ്റെ രണ്ടിൻ്റെയും കൂടെ 21 ആഡ് ചെയ്താൽ ഇതിലെ ഒരു നമ്പർ മറ്റേ നമ്പറിൻ്റെ ട്വൈസ് ആയിരിക്കും. അപ്പോൾ ഇതിലേതാ വലിയ നമ്പർ? ഇതാണ് വലിയ നമ്പർ. അപ്പോൾ ഈ ചെറിയ നമ്പറിൻ്റെ ട്വൈസ് ആയിരിക്കും ഈ വലിയ നമ്പർ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കണം. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ നമ്പേഴ്സൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടി? റിലേഷൻ കിട്ടി അല്ലേ? 2 × x + 21 ഈക്വൽ ടു 5x + 21. 2 × x എന്താ? 2x.
2 ഇൻറ്റു 21 എന്താ 42 ഈക്വൽ ടു 5x പ്ലസ് 21. ഈ 2xന് നമുക്ക് ഇങ്ങോട്ടേക്കും ഈ 21 ഇങ്ങോട്ടേക്കും കൊണ്ടുവരാം. അതായത് ഇതിങ്ങനെ എഴുതാം 5x പ്ലസ് 21 ഈക്വൽ ടു 2x പ്ലസ് 42 എന്ന് എഴുതി കൂടാ. ഇത് ഇപ്പുറത്തും ഇതപ്പുറത്തേക്ക് എഴുതി, അത്രേ ഉള്ളൂ. ഈ 2xന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതെന്തായി -2x ആയി. ഇവിടെ ആരുണ്ട് 42 ഉണ്ട്. 42ൻ്റെ അടുത്തേക്ക് ആരാ പോയത് 21 ആണ് പോയത്. ഈ സൈഡിൽ വരി പോസിറ്റീവായിട്ട് ഇരുന്ന ആൾ ഇവിടെ ചെന്നപ്പോൾ സ്വഭാവം മാറി നെഗറ്റീവായി. അതായത് 42 മൈനസ് 21 എന്താണ് 21 ആണ് അല്ലേ. 21 പ്ലസ് 21 ആണ് 42. അപ്പോൾ 5x മൈനസ് 2x എന്താ 3x. അപ്പോൾ x എത്രയായിരിക്കും 21 ഡിവൈഡഡ് ബൈ 3. ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ഡിവൈഡഡ് ബൈ 3 ആവും. ഇവിടെ ഇൻറ്റു 3 ഈക്വൽ ടുവിൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ ഓപ്പോസിറ്റ് സ്വഭാവമാവും, ഡിവിഷൻ ആവും. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 7. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ്, ഏതൊക്കെയാണ് നമ്മൾ എടുത്ത രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു എക്സ് ആൻഡ് 5x. അപ്പോൾ ആദ്യത്തെ നമ്പർ 7 ആണ്. അപ്പോൾ അടുത്ത നമ്പർ എത്രയാണ് 35 ആണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കറക്റ്റാണോ നോക്കിയേ. 7ൻ്റെ കൂടെ 21 ആഡ് ചെയ്തു, 35ൻ്റെ കൂടെ 21 ആഡ് ചെയ്തു. ഇതെത്രയാണ് കിട്ടിയത് 28 ആണ് കിട്ടിയത്. ഇതെത്രയാണ് കിട്ടിയത് 56. 28ൻ്റെ ഡബിളല്ലേ 56, അതായത് 56 ഈക്വൽ ടു 2 ഇൻറ്റു 28. അപ്പോൾ കറക്റ്റാണല്ലോ. ഒരു നമ്പർ അതിൻ്റെ 5 ടൈംസ് വേറൊരു നമ്പർ, അതിൻ്റെ കൂടെ 21 ആഡ് ചെയ്തു ഈ രണ്ട് നമ്പറിൻ്റെയും കൂടെ. അപ്പോൾ കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരെണ്ണം മറ്റേതിൻ്റെ എന്തായിരിക്കും ട്വൈസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാവ് ₹800 ആൻഡ് യു സേവ് ₹250 എവറി മന്ത്, ഫൈൻഡ് ദ എമൗണ്ട് യു ഹാവ് ആഫ്റ്റർ 6 months, സെക്കൻഡ് 2 years, എക്സ്പ്രസ് ദിസ് ആസ് എ ലീനിയർ പാറ്റേൺ. എന്താ പറഞ്ഞിരിക്കണേ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര റുപ്പീസ് ഉണ്ട് 800 റുപ്പീസ് ഉണ്ട്. ഇനി നിങ്ങൾ പെർ മന്ത് എത്ര എവറി മന്ത് 250 റുപ്പീസ് വെച്ചിട്ട് സേവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 6 months കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എത്ര റുപ്പീസ് ഉണ്ടാവും, അതുപോലെ തന്നെ 2 years കഴിഞ്ഞാൽ നിങ്ങളുടെ സേവിങ്സ് എത്രയായിരിക്കും, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് 0 കൊടുക്കാം. 0യിൽ നമുക്ക് എത്രയാണ് സേവിങ്സ് 800, അതായത് 0, അതായത് സ്റ്റാർട്ടിങ് 800. ഇനി 1 month കഴിയുമ്പോൾ 800ൻ്റെ കൂടെ എത്ര ആഡ് ആവും പ്ലസ് 250. അപ്പോൾ എത്രയാവും അത് 1050 ആവും. അത് കഴിഞ്ഞ് സെക്കൻഡ് മന്ത് ആകുമ്പോൾ 1050യുടെ കൂടെ വീണ്ടും എന്ത് ആഡ് ആവും 250 ആഡ് ആവും. അപ്പോൾ അത് എത്രയാവും 1300 ആവും. ഇനി തേർഡ് മന്തിൻ്റെ കൂടെ വീണ്ടും എത്ര ആഡ് ആവും 1300 പ്ലസ് 250 എത്രയാണ് 1500 പ്ലസ് 50. ഫോർത്ത് മന്തിൻ്റെ കൂടെ വീണ്ടും 250 ആഡ് ആവുമ്പോൾ എത്രയാവും 1800. ഇനി ഫിഫ്ത്ത് മന്തിൻ്റെ കൂടെ 250 ആഡ് ആവുമ്പോൾ 2050. സിക്സ്ത് മന്തിൻ്റെ കൂടെ 250 ആഡ് ആവുമ്പോൾ എത്രയാവും 2050 പ്ലസ് 250 എത്രയാവും 2300 അല്ലേ. ഇനി നമുക്കിതിൻ്റെ എന്ത് നോക്കണം, ലീനിയർ പാറ്റേൺ നോക്കണം. ലീനിയർ പാറ്റേൺ എങ്ങനെയായിരിക്കും? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതും തമ്മിലാണ് നോക്കേണ്ടത് 800 ഫസ്റ്റത്തെ വാല്യൂവും പിന്നെ അതിന് വരുന്ന ഓരോ ഇതിലും വരുന്ന ചേഞ്ചാണ് നമ്മൾ നോക്കുക. അങ്ങനെയാണ് ലീനിയർ പാറ്റേൺ എഴുതാം. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫസ്റ്റ് കിടക്കുന്ന ഇതിന് എത്ര മാറ്റങ്ങൾ ഓരോ മന്തിലും വരുന്നു അല്ലെങ്കിൽ ഓരോ ടൈം പീരീഡിലും വരുന്നു, അതാണ് നമ്മുടെ ലീനിയർ പാറ്റേൺ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ടി എന്ന് പറയുന്നത്. ഇത് എന്താണ് എമൗണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 800 ആയിരുന്നു, ഫസ്റ്റ് മന്തായിപ്പോൾ പ്ലസ് 250 ആയി. സെക്കൻഡ് മന്തായിപ്പോൾ 800ൻ്റെ കൂടെ എന്തായി 250 പ്ലസ് 250, അതായത് 2 ഇൻറ്റു 250 അല്ലേ. ഇനി തേർഡ് മന്തായിപ്പോൾ എന്താ 800ൻ്റെ കൂടെ 250 പ്ലസ് 250 പ്ലസ് 250 ആഡായി, അതായത് 3 ഇൻറ്റു 250. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം, എമൗണ്ട് ഈക്വൽ ടു 800 പ്ലസ് 250 ഇൻറ്റു ടി എഴുതിക്കൂടെ. അപ്പോൾ ഫസ്റ്റത്തെ മന്തിലെ എമൗണ്ട് എന്തായിരിക്കും 800 പ്ലസ് 250 ഇൻറ്റു 1, ദാറ്റ് ഈസ് 1050. സെക്കൻഡ് മന്തിലെ എമൗണ്ട് എന്തായിരിക്കും 800 പ്ലസ് 250 ഇൻറ്റു ടി, ദാറ്റ് ഈസ് 800 പ്ലസ് 500 എത്രയാണ് 1300, അതായത് 1300.
കിട്ടിയില്ലോ. അപ്പോൾ നമുക്ക് ലീനിയർ പാറ്റേൺ എങ്ങനെ എഴുതാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ മന്തിലും വരുന്ന മാറ്റം മനസ്സിലായി. ഇനി ഇതിൽ നമുക്ക് ടിക്ക് 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6th മന്തിലെ കിട്ടും അല്ലേ? അപ്പോൾ ടിക്ക് 6 കൊടുത്തു. അപ്പോൾ എത്രയായിരിക്കും? 25 × 6 എത്രയാ? 1500. അപ്പോൾ 800ൻ്റെ കൂടെ 1500 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 2300. കറക്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. എമൗണ്ട് എത്രയാണ്? 800 + 250 × 6 months എത്രയാണ്? 800 + 1500 = 2300 rupees. മനസ്സിലായ? ഇത്രയും അധികം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച്, കാരണം ഇതിങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടില്ല ഇവിടെ. ഇതൊരു ലീനിയർ പാറ്റേൺ ആയിട്ട് ഇതിങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കണേ. ഇതിവിടെ 0 to 6 വരെയുള്ള ഇതിന് എഴുതാനായിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് മൊത്തം ഇരുന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് എഴുതിയിട്ട് നിങ്ങൾ ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഇതേപോലത്തെ ഒരു ലീനിയർ റിലേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ ടിക്ക് 6 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എമൗണ്ട് കിട്ടി. ഇനി അടുത്തത് എന്താ? അടുത്തത് ടി എന്തായിട്ട് എടുക്കണം? ഇവിടെ നമ്മൾ ടി എടുത്തിരിക്കുന്നത് എന്താണ്? ഇവിടെ ടി എന്ന് പറയുന്നത് എന്താ? മന്ത്സ് ആണ് അല്ലേ? ഇവിടെ എമൗണ്ട് റുപ്പീസ്. അപ്പോൾ ഇവിടെ മന്തായിട്ട് എടുക്കുമ്പോൾ ടി എന്ന് പറയണത് എത്രയായിരിക്കും? 2 years വരുമ്പോൾ എത്ര മന്ത്സ് ആണ്? അപ്പോൾ 2 എന്ന് എഴുതരുത്. ഇവിടെ 2 yearsൻ്റെ കണ്ടുപിടിക്കാൻ ടിക്ക് പകരം 2 കൊടുക്കരുത്. 2 കൊടുത്താൽ ഇവിടെ കിട്ടണത് എന്തായിരിക്കും? 2 monthsൻ്റെ എമൗണ്ട് ആയിരിക്കും. ഇവിടെ നമ്മൾ ടി എടുത്തിരിക്കുന്നത് മന്തിൻ്റെ ഇതിലാണ്. അപ്പോൾ ഇവിടെ മന്തായിട്ട് തന്നെ കൊടുക്കണം. 2 years = എത്ര മന്ത്സ് ആണ്? 24 months അല്ലേ? അപ്പോൾ ടി = എന്താണ്? 24. അപ്പോൾ എമൗണ്ട് എത്രയായിരിക്കും? 800 + 250 × 24. അപ്പോൾ 25 × 24 എത്രയാണ്? 600 വരും. അപ്പോൾ ഇതെത്രയാണ്? 6000. 250 × 24 6000. 6000 + 800 എന്തായിരിക്കും? 6800. അപ്പോൾ ആഫ്റ്റർ 2 years എത്ര റുപ്പീസ് ഉണ്ടാവും? 6800 rupees. മനസ്സിലായില്ല? അപ്പോൾ ആഫ്റ്റർ 6 months എത്ര ഉണ്ടാവും? സേവിങ്സ് എത്ര ഉണ്ടാവും? ₹2300. ഇനി ആഫ്റ്റർ 2 years സേവിങ്സ് എത്രയായിരിക്കും? ₹6800. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The digits of a 2-digit number differ by 3. If the digits are interchanged and the resulting number is added to the original number, we get 143. Find both the numbers. ഒരു 2-digit നമ്പർ എന്താ പറയുക? ഇപ്പോൾ ഒരു 26. ഈ 2-digit നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 10 + 6 × 1 അല്ലേ? ഇത് വൺസിൻ്റെ പ്ലേസ്, ഇതെന്തിൻ്റെ പ്ലേസാണ്? ടെൻസിൻ്റെ പ്ലേസ്. അതായത് ഇതിനെ എക്സ്പാൻഡഡ് ഫോം ആക്കി എഴുതി എങ്ങനെയാണ്? 2 × 10 + 6 × 1 ദാറ്റ് ഈസ് 26. ഇനി ഇതിനെ നമ്മൾ തിരിച്ചിട്ടു 62. അപ്പോൾ അതിനെങ്ങനെ എഴുതും? 6 × 10 + 2 × 1. കാരണം ഇവിടെ ടെൻസിൻ്റെ പ്ലേസിൽ ആരായി മാറി? 6 ആയി മാറി. വൺസിൻ്റെ പ്ലേസിൽ ആരായി? 2 ആയി അല്ലേ? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, ഇൻ്റർചേഞ്ച് ചെയ്തു അവരുടെ പൊസിഷൻസ്. അപ്പോൾ ഇവിടെ 26ഉം ഇവിടെ 62ഉം വന്നു. അതുപോലെ നമ്മൾ ഒരു നമ്പർ എടുക്കുകയാണ്. അതിലെ 2 ഡിജിറ്റ് എക്സും വൈയും ആയിട്ട് എടുക്കാം. എക്സും വൈയും ആണ് 2 ഡിജിറ്റായിട്ട് വരുന്നത്. ഇനി എക്സ് ടെൻസിൻ്റെ പ്ലേസിൽ വൈ വൺസിൻ്റെ പ്ലേസിലാണെന്ന് വിചാരിക്കുക. ഇത് എന്താ? ടെൻസിൻ്റെ പ്ലേസിൽ വൈ വൺസിൻ്റെ പ്ലേസിലാണെങ്കിൽ നമ്പർ എന്തായിരിക്കും? എക്സ് വൈ എന്ന് എഴുതരുത്. എക്സ് വൈ എന്ന് വെച്ചാൽ എക്സ് × വൈ എന്നാണ് അർത്ഥം. അതായത് 62 എന്ന് എഴുതണ പോലെ ഈ എക്സ് വൈ എന്ന് എഴുതാൻ പറ്റില്ല. ഇവിടെ എക്സ് വൈ എന്ന് എഴുതിയ എക്സ് × വൈ, അതായത് 6 × 2 എന്ന് എഴുതണ പോലെയാവും. അപ്പോൾ അങ്ങനെ എഴുതരുത്. എക്സ് ടെൻസ് പ്ലേസിൽ വൈ വൺസ് പ്ലേസിലാണെങ്കിൽ നമ്പർ എന്തായിരിക്കും? നമ്പർ = 10x + y അല്ലേ? ആ നമ്പർ എന്തായിരിക്കും? 10x + y. ഇനി ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാണ്. എങ്ങനെയാണ്? ടെൻസിൻ്റെ പ്ലേസിൽ വൈ വന്നു, വൺസിൻ്റെ പ്ലേസിൽ ആര് വന്നു? എക്സ് വന്നു. അപ്പോൾ നമ്പർ എന്താവും?
10y പ്ലസ് എക്സ് ആണല്ലോ. അപ്പോൾ രണ്ട് നമ്പർ നമുക്ക് കിട്ടി. എന്താണ്? ഒരെണ്ണം 10x പ്ലസ് വൈ, ഒരെണ്ണം 10y പ്ലസ് എക്സ്. രണ്ടും പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്തു. ആ ഡിജിറ്റ്സിൻ്റെ ഇത് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് വൺസ് ടെൻസായി, ടെൻസിൻ്റെ പ്ലേസ് വൺസിലായി. ഇനി ഈ രണ്ട് നമ്പർ, അതായത് ഈ നമ്പറിൻ്റെ കൂടെ ഇൻ്റർചേഞ്ച് ചെയ്ത് പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടിയ ഈ നമ്പറും കൂടി ആഡ് ചെയ്യാണ്. മനസ്സിലായില്ല? ഇതാണ് ഒറിജിനൽ നമ്പർ, ഇതാണ് അതിൻ്റെ ഡിജിറ്റ്സ് തിരിച്ചിട്ടിട്ടുള്ള നമ്പർ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 143 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ്? 10x പ്ലസ് വൈയും പിന്നെ ഏത് ആഡ് ചെയ്യേണ്ട? 10y പ്ലസ് എക്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 143 കിട്ടി. 10x പ്ലസ് എക്സ് എന്താ? 11x. y പ്ലസ് 10y എന്താ? 11y ഈക്വൽ ടു 143. അതായത് 11 കോമൺ ആണ്, 11 പുറത്തേക്ക് എടുത്തു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ത് കിട്ടി? 143 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്താവും? 143 ഡിവൈഡഡ് ബൈ 11 ഈക്വൽ ടു 13. അപ്പോൾ നമുക്കിവിടെ അടുത്തൊരു റിലേഷൻ കിട്ടാണ്. എന്താണ്? ഈ രണ്ട് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും. ഇനി ക്വസ്റ്റ്യനിലെ ഫസ്റ്റത്തെ സെൻറ്റൻസ് എന്താണ്? ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഡിഫർ ബൈ 3. അതായത് രണ്ട് നമ്പേഴ്സും എന്താണ്, അതിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 കിട്ടും. രണ്ട് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ഒരു റിലേഷൻ നമുക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് ഡിജിറ്റ്സ് തമ്മിൽ അതിപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 ആവാം ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ. എങ്ങനെയാണ്? ഇഫ് എക്സ് വൈനേക്കാളും വലുതാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വൈ മൈനസ് എക്സ് ഈക്വൽ ടു 3 ഇഫ് വൈ ഗ്രേറ്റർ ദാൻ എക്സ് അല്ലേ? അപ്പോൾ ഇതിലേതെങ്കിലും ആവാം. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് കിട്ടി. അതിലെ ഒരു നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 2x. വൈ മൈനസ് വൈ എത്രയായി? 0 ആയി. 13 പ്ലസ് 3 എത്രയാ? 16. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? 16 ഡിവൈഡഡ് ബൈ 2 8 അല്ലേ? അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ ഈ പ്ലസ് വൈയും മൈനസ് വൈയും പോയി. ബാക്കി എന്ത് വന്നു? എക്സ് മാത്രമായിട്ട് കിട്ടി. ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 13 പ്ലസ് 3 16. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താ? 16 ഡിവൈഡഡ് ബൈ 2. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ബൈ 2 ഈക്വൽ ടു 8. അപ്പോൾ എക്സ് 8 ആണെങ്കിൽ വൈ എന്തായിരിക്കും? എക്സിന് ഇവിടെ ഇതിലേതെങ്കിലും ഇക്വേഷനിൽ എക്സിന് എന്ത് കൊടുക്കുക? 8 കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ 8 പ്ലസ് വൈ ഈക്വൽ ടു 13. അപ്പോൾ വൈ ഈക്വൽ ടു എന്തായിരിക്കും? 13 മൈനസ് 8 ഈക്വൽ ടു എന്ത് കിട്ടി? 5. അപ്പോൾ എക്സ് 8 ആണെങ്കിൽ വൈ എന്താണ്? 5. അപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ട് നമ്പേഴ്സ്? ഒന്ന് 8, ഒന്ന് 5. എക്സ് 8, വൈ എന്ത് കിട്ടി? 5. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്പർ 10x പ്ലസ് വൈ എന്തായിരിക്കും? 10 ഇൻറ്റു 8 എന്താ? 80 പ്ലസ് 5 എന്താ? 85. അടുത്ത നമ്പർ എന്തായിരിക്കും? 10y പ്ലസ് എക്സ്. അപ്പോൾ ഇവിടെ എന്താ? 8ൻ്റെ പ്ലേസ് 10സിൻ്റെ പ്ലേസിൽ 5ഉം 1സിൻ്റെ പ്ലേസിൽ 8ഉം വന്നു. അപ്പോൾ 85ഉം 58ഉം ആണ് ആ നമ്പർ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടേണ്ടതെന്ന് നോക്ക്. 143. അതാണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണേ. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നമ്പേഴ്സ് എടുക്കുമ്പോൾ ഇങ്ങനെ കയറി എടുക്കരുത്. എപ്പോഴും തെറ്റിക്കണതാണ്. എക്സ് ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ് വൈ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ നമ്പർ. അടുത്ത നമ്പർ എന്താ? വൈ. അടുത്ത 10സിൻ്റെ പ്ലേസിൽ എക്സ്, 1സിൻ്റെ പ്ലേസ്. അടുത്തത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 143. ഇങ്ങനെയല്ല എടുക്കണ്ടേ, ഇങ്ങനെയല്ല നമ്പർ. ഇത് ലെറ്റേഴ്സാണ്. മനസ്സിലായ? നമുക്കിവിടെ വേണേൽ 56 പ്ലസ് 65 എന്ന് എഴുതണ പോലെയല്ല. ഇവിടെ ലെറ്റേഴ്സ് വെച്ച് എഴുതുമ്പോൾ അതിന് കുറച്ചും കൂടി എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനും കൂടി കൊടുക്കണം. എക്സ് വൈ എന്നല്ല വരണത്. നമ്പേഴ്സ് ഇങ്ങനെയല്ല. എങ്ങനെയായിരിക്കും? 10സിൻ്റെ പ്ലേസിൽ എക്സ് ആണെങ്കിൽ 1സിൻ്റെ പ്ലേസിൽ വൈ. ഇനി അടുത്തത് നേരെ തിരിച്ചു.
ടെൻസിൻ്റെ പ്ലേസിൽ വൈ ആണെങ്കിൽ വൺസിൻ്റെ പ്ലേസിൽ എക്സ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 143. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് വേണം പിന്നെ എക്സും വൈയും കണ്ടുപിടിക്കാൻ.